Hello DNET aspirants, this is AJ from RK Next. So മക്കളെ NTA സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പല ആളുകളും NTA പബ്ലിഷ് ചെയ്തിട്ടുള്ള സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിരിക്കും അല്ലേ. അപ്പോൾ മക്കളെ NTA ആണ് നീറ്റ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. നമുക്കറിയാം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ്. അവരാണിപ്പോൾ സാമ്പിൾ പേപ്പർ റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സാമ്പിൾ പേപ്പർ എങ്ങനെ സോൾവ് ചെയ്യാം, നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഇപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എങ്ങനെ അത് അറ്റൻഡ് ചെയ്യാന്നുള്ളത് ആദ്യം നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ NTA വെബ്സൈറ്റിൽ കയറുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രോസസ്. നമ്മൾ ക്രോം എടുക്കുക. ക്രോമിൽ നിങ്ങൾ nta.nic.in 2026 എന്ന് കൊടുത്താൽ ഓക്കെ, അല്ലെങ്കിൽ NTA 2026 എന്ന് ടൈപ്പ് ചെയ്താൽ തന്നെ വരുന്നത് ഈ ഒരു വെബ്സൈറ്റ് ആയിരിക്കും. സോ അതിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ്. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ NTA ഈ ഒരു വെബ്സൈറ്റിലേക്ക്, അവരുടെ ഹോം പേജിലേക്ക് നമ്മൾ ചെല്ലുന്നതായിരിക്കും. സോ അവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ ആയിരിക്കും എന്താണ് എക്സാമിനേഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പൊ നമുക്ക് ആവശ്യമുള്ളത് മോക്ക് ടെസ്റ്റ് ആണ്. ഓക്കെ, നമ്മൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പോവാണ്. സോ നിങ്ങൾ മോക്ക് ടെസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. മോക്ക് ടെസ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും വരിക. ഇവിടെ എങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്യാന്നുള്ള ഇൻസ്ട്രക്ഷനും കാര്യങ്ങളുടെയൊക്കെ ഒരു യൂട്യൂബ് വീഡിയോ ആണിത്. അതായത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് എങ്ങനെ പോവാം, നിങ്ങൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഓപ്റ്റ് ചെയ്യുന്നത്, ചൂസ് ചെയ്യുന്നത്, ആ കാര്യങ്ങളൊക്കെ ഇൻസ്ട്രക്ഷൻ ആണ്. അത് കാണണമെന്നില്ല, അല്ലെങ്കിൽ തന്നെ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് വായിക്കാവുന്നതാണ്. ഓക്കെ, ഇവിടെ 2 കോളം കാണും. ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ടൈപ്പ് ഓഫ് എക്സാമിനേഷൻ ആണ്. അതായത് നിങ്ങൾക്ക് നീറ്റ് എക്സാം മാത്രമല്ല പല എക്സാംസും സെലക്ട് ചെയ്യാൻ സാധിക്കും. ജെയുടെ മെയിൻ എക്സാമിനേഷനും ഓക്കെ നെറ്റ് എക്സാമും ഒക്കെ ഉണ്ട്. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ടത് എക്സാം എന്നുള്ളത് അവർ ചോദിക്കും. അതിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് നീറ്റ് ആണ് കേട്ടോ. ചില ആൾക്കാർക്ക് UGC നെറ്റ് തിരിഞ്ഞു പോരുന്നത് നീറ്റ് എക്സാം അല്ലെ. നീറ്റ് എക്സാമിലേക്ക് കറക്റ്റ് ആയിട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ രണ്ടാമത് അവർ ഏതാണ് പേപ്പർ എന്ന് ചോദിക്കും. അതായത് ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്. ഇതിൽ ഏതാണ് നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ട പേപ്പർ എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ കെമിസ്ട്രി ക്ലിക്ക് ചെയ്യാണ്. സോ കെമിസ്ട്രി എടുക്കാം നമുക്ക്. അപ്പൊ നമ്മൾ 2 കാര്യങ്ങൾ സെലക്ട് ചെയ്ത് എന്തൊക്കെയാണ്, നമ്മൾ അപ്പിയർ ചെയ്യാൻ പോകുന്ന എക്സാം നീറ്റ് എക്സാം ആണ്. അത് ക്ലിക്ക് ചെയ്തു, സെലക്ട് ചെയ്തു. ആൻഡ് സെക്കൻഡ് വൺ ഇസ് പേപ്പർ which is കെമിസ്ട്രി. നമ്മൾ ഓപ്റ്റ് ചെയ്തിരിക്കുന്ന സബ്ജക്ട് ഇവിടെ കെമിസ്ട്രി ആണ്. സോ ഇനി സ്റ്റാർട്ട് മോക്ക് ടെസ്റ്റ് എന്നുള്ളതാണ്. നമ്മൾ മോക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇതാണ് അവരൊരു ഡെമോ വീഡിയോ കാണിച്ചു തന്നിരിക്കുക. എങ്ങനെയാണ് എക്സാം എന്നുള്ള ഒരു ഡെമോ വീഡിയോ ആണ്. ഓരോ ക്വസ്റ്റ്യൻസും ഒക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് മോക്ക് ടെസ്റ്റിൽ ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു യൂസർ നെയിം പാസ്വേഡ് എന്തെങ്കിലും കൊടുത്ത് നമുക്ക് ഇതിലേക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും. സോ ലോഗിൻ ചെയ്യാണ് ഞാൻ. ലോഗിൻ ചെയ്യുമ്പോൾ ജനറൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇൻസ്ട്രക്ഷനിൽ ഇങ്ങനെയാണ് കാണിക്കുന്നതെങ്കിൽ നമ്മൾ ഇവിടെ കണ്ടു, ഇവിടെ ഒരു ഗ്രീൻ കളറും ഒരു പേർപ്പിൾ കളറൊക്കെ നിങ്ങൾ കണ്ടു, ഒരു വയലറ്റ് കളറൊക്കെ. അതെന്താണെന്ന് അവർ കൊടുത്തിരിക്കുക. അതായത് ഈ ഒരു കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ ഈ ക്വസ്റ്റ്യൻ വിസിറ്റ് ചെയ്തിട്ടേ ഇല്ല. നമ്മൾ ഈ ക്വസ്റ്റ്യൻ 1 2 3 4 5 45 ക്വസ്റ്റ്യൻസ് കാണുമല്ലോ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ലേ, നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടിട്ടേ ഇല്ലെങ്കിൽ ഈ ഒരു കളർ ആയിരിക്കും. യെസ്, ഇനി നമ്മൾ ആൻസർ ചെയ്യാത്ത ക്വസ്റ്റ്യന്, നമ്മളൊരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയെങ്കിൽ ആൻസർ ചെയ്യാത്ത ആ ക്വസ്റ്റ്യന് റെഡ് കളറിലായിരിക്കും കിടക്കുക. നമ്മൾ ആൻസർ ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗ്രീൻ കളറിലേക്കായിരിക്കും കിടക്കുക. ആൻഡ് ഈ പേർപ്പിൾ എന്ന് പറയുന്നത് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ടില്ല, പക്ഷെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഒരു റിവ്യൂവിന് വേണ്ടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വെക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു പേർപ്പിൾ കളർ. ആൻഡ് ഇങ്ങനെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ ആൻസർ ചെയ്തിട്ടും നമ്മൾ ലാസ്റ്റ് നമുക്ക് ഒന്നും കൂടെ ഒന്ന് റിവ്യൂ നോക്കണം. അതായത് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്തു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് അവിടെ ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് നമ്മൾ ചെയ്തതിന് ശേഷം ഒന്നും കൂടെ റിവ്യൂ ചെയ്യാണ്. മക്കളെ, നിങ്ങൾക്കറിയാം ഇതൊരു ഓൺലൈൻ എക്സാമിനേഷൻ ആണ്. മോക്ക് ടെസ്റ്റ് ഓൺലൈൻ ആയിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത്. പക്ഷെ ഓഫ്ലൈൻ മോഡിലായിരിക്കും നമ്മുടെ എക്സാം നടക്കുന്നത്. അപ്പൊ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്ന അത്രയും ടൈം ഓഫ്ലൈനിൽ നിങ്ങൾക്ക് തീർച്ചയായും കിട്ടില്ല. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മൾ അതിൽ സേവ് കൊടുത്താൽ അത് ആൻസർ ആയി കഴിഞ്ഞു. പക്ഷെ ഓഫ്ലൈനിൽ നമ്മൾ ബബിൾ ചെയ്യണം. ആ ബബിൾ ചെയ്യുന്നതിനും ഒരു 10 to 15 സെക്കൻഡ്സ് അല്ലെങ്കിൽ 10 to 20 സെക്കൻഡ്സ് ആവശ്യമായിട്ട് വരും. അതായത് ഒരു ക്വസ്റ്റിന് നിങ്ങൾക്ക് 1 മിനിറ്റ് ആണ് ലഭിക്കുന്നതെങ്കിൽ അതിലൊരു 10 to 20 സെക്കൻഡ്സ് എന്ന് പറയുന്നത് ആൻസേഴ്സ് ബബിൾ ചെയ്യാനായിരിക്കും ഓഫ്ലൈനിൽ. ഓൺലൈനിൽ നമ്മൾ ഈ മോക്ക് ടെസ്റ്റുകൾ, ഏത് മോക്ക് ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്താലും അവിടെ ജസ്റ്റ് 1 സെക്കൻഡ് ആയിരിക്കും നമുക്കത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു 3 സെക്കൻഡോ 4 സെക്കൻഡോ ആയിരിക്കും നമ്മൾ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എടുക്കുന്ന ടൈം. ഞാൻ പറഞ്ഞത് ആ ക്വസ്റ്റ്യനെ പറ്റി വായിച്ചു നോക്കാനോ അതിന് ആൻസർ ആലോചിച്ച് നോക്കാനോ അത് സോൾവ് ചെയ്യാനോ എടുക്കുന്ന ടൈം അല്ല. ബബിൾ ചെയ്യാൻ നമ്മൾ എടുക്കുന്ന ടൈം ഓൺലൈനിലും ഓഫ്ലൈനിലും വ്യത്യസ്തമാണ്.
വ്യത്യസ്തമാണ്. ഓഫ്ലൈനിൽ കുറച്ചും കൂടെ ടൈം നമുക്ക് അതിന് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ടൈം അറേഞ്ച് ചെയ്യുക എന്നുള്ളത് നീറ്റ് എക്സാം എഴുതുന്ന കുട്ടികളെ, ഏത് എൻട്രൻസ് എക്സാം എഴുതുന്ന കുട്ടികളെ സംബന്ധിച്ചും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ടൈം മാനേജ്മെന്റ്. അപ്പോൾ നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു ഡിഫറൻസ് നിങ്ങൾ നോട്ട് ചെയ്യണം എന്നുള്ളൊരു കാര്യം മാം പറഞ്ഞു എന്നേ ഉള്ളൂ. യെസ്, അപ്പോൾ നമ്മൾ എല്ലാ ഇൻസ്ട്രക്ഷൻസും വായിച്ചു നോക്കിയതിന് ശേഷം ഇവിടെ നിങ്ങളൊരു ടിക്ക് മാർക്ക് കൊടുക്കണം. നമ്മൾ എല്ലാ ഇൻസ്ട്രക്ഷനും വായിച്ചു എന്നുള്ള കാര്യമാണ്. ദെൻ പ്രൊസീഡ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ വരും. ക്വസ്റ്റ്യൻ നമ്പർ 1, നമുക്കിത് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഓപ്ഷൻ ഏതാന്നുള്ളത് പിക്ക് ചെയ്തിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ആൻഡ് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് റിവ്യൂവിന് വേണ്ടിയിട്ട് ഇടാം. അതാണ് നമ്മൾ പറഞ്ഞ ഈ ഓരോന്നും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അത് അവിടെ റിവ്യൂവിന് വേണ്ടിയിട്ട് ഇട്ടേക്കുക. ബാക്കി എല്ലാം ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ടൈം നോക്കാം. ഓക്കെ, റെഡി? ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ചെയ്തിട്ട് നമുക്കത് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഓൺലൈൻ മോക്ക് ടെസ്റ്റിൽ അവൈലബിൾ ആണ്. മക്കൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുന്ന ടൈമിൽ മിക്കതും റിപ്പീറ്റഡ് ടോപ്പിക്സ് തന്നെയാണ്. അതായത് ഇപ്പോൾ കഴിഞ്ഞ വർഷം എക്സാം എഴുതിയവരെ സംബന്ധിച്ചറിയാം, ആ ടോപ്പിക്സിൽ നിന്നൊക്കെ തന്നെയാണ് ഇത്തവണയും ഏകദേശം ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. ഒരു ബ്ലൻഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. വളരെ ഈസി ആയിട്ടുള്ള ഒരു ബോർഡ് ലെവലിലുള്ള ചോദ്യങ്ങളുണ്ട്. ആൻഡ് അതല്ലാതെ നല്ല രീതിയിൽ NCERT ലൈൻ ബൈ ലൈൻ വായിക്കുന്നവർക്ക് മാത്രം കിട്ടുന്ന ചോദ്യങ്ങളുണ്ട്. അപ്പം എങ്ങനെയാണ് ഈ ഓരോ ചോദ്യങ്ങളും എന്നറിയാൻ നിങ്ങൾ ആങ്ഷ്യസ് ആയിരിക്കും എന്നറിയാം. അതായത് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ എങ്ങനെയുണ്ട്, എക്സാം ഈസി ആയിരിക്കുമോ, NTA സാമ്പിൾ പേപ്പർ അനുസരിച്ച് എക്സാം എങ്ങനെയാണ് വരാൻ സാധ്യത, ഈസി ആയിട്ടാണോ ടഫ് ആയിട്ടാണോ ഒരു മോഡറേറ്റ് ലെവൽ ആണോ എന്നൊക്കെ അറിയാനുള്ള കൺഫ്യൂഷൻ നിങ്ങൾക്ക് കാണും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ NTA സാമ്പിൾ പേപ്പർ ലൈവായിട്ട് സോൾവ് ചെയ്യാൻ പോവാണ്. സൺഡേ, മറ്റന്നാളാണ് നമ്മൾ ആ ലൈവ് ഈ ഒരു ചാനലിൽ കണ്ടക്ട് ചെയ്യുന്നത്. യൂട്യൂബ് ലൈവ് ആയിരിക്കും, കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് മക്കൾക്ക് ഈ ഒരു ഓൺലൈൻ ആയിട്ട് ഈ ഒരു മോക്ക് ടെസ്റ്റിന്റെ കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ കിട്ടാൻ പോവാണ്. അപ്പൊ ലൈവിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് മനസ്സിലാവും എക്സാം എങ്ങനെയുണ്ട്. ഓരോ സബ്ജക്റ്റും നമ്മൾ സോൾവ് ചെയ്യുന്നതായിരിക്കും. കെമിസ്ട്രി ഉണ്ടാവും, ഫിസിക്സ് ഉണ്ടാകും, ആൻഡ് നെക്സ്റ്റ് ആയിട്ട് ബയോളജി ഉണ്ടാവും. സോ ഈ ഒരു പേപ്പർ സോൾവ് ചെയ്ത് കംപ്ലീറ്റ് എക്സ്പ്ലനേഷനും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു അനാലിസിസ് നടത്തും. യെസ്, ഓരോ സബ്ജക്റ്റിനെ പറ്റിയുമുള്ള ഡീറ്റെയിൽഡ് അനാലിസിസ് ഉണ്ടായിരിക്കും. അപ്പോൾ ലൈവ് മിസ് ചെയ്യേണ്ട. സൺഡേ കൃത്യം 9 മണിക്ക് 9 AM എനിക്കൊന്ന് റിപ്പീറ്റേഴ്സിനും റിപ്പീറ്റേഴ്സിനും ഒക്കെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും അത്. കാരണം ഈ ഒരു സാമ്പിൾ പേപ്പർ നിങ്ങൾ ഓൾറെഡി റെഡി ആയിട്ടിരിക്കുകയാണ്. നിങ്ങളുടെ റിവിഷൻ പ്രോസസ്സിലും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും എന്നറിയാം. അപ്പം നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മോക്ക് ടെസ്റ്റുകൾ. അപ്പോൾ NTA സാമ്പിൾ പേപ്പർ എങ്ങനെയുണ്ടെന്നാണ് അനലൈസ് ചെയ്യാനുള്ള ഏറ്റവും ഗോൾഡൻ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. യൂട്ടിലൈസ് ചെയ്യാൻ മക്കളെ. അപ്പോൾ സൺഡേ കൃത്യം 9 AM ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കുക. നിങ്ങൾ വന്ന് ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്ത് നോക്കുക. ഓരോ ചോദ്യത്തിനും നിങ്ങൾ എത്ര ടൈമാണ് കൺസ്യൂം ചെയ്യുന്നതെന്ന് ടീച്ചർ ആ ബോർഡിൽ എഴുതുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് വേണ്ട ടൈം നിങ്ങൾ അവിടെ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. അപ്പോൾ ആദ്യം തന്നെ ലൈവിന് വരുന്നതിന് മുൻപ് ഒരു പേപ്പർ എടുത്ത് നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇടുക, ക്വസ്റ്റ്യൻ നമ്പേഴ്സ് ഇടുക. ഓരോ ക്വസ്റ്റ്യനും എത്ര ടൈമാണ് നിങ്ങൾ കൺസ്യൂം ചെയ്തതെന്ന് ഞാൻ പറയുന്നത് ആ ക്വസ്റ്റ്യൻ വായിച്ച് അതിന്റെ ആൻസർ പിക്ക് ചെയ്യാൻ നിങ്ങൾ എടുക്കുന്ന ടൈം നിങ്ങൾ അവിടെ നോട്ട് ചെയ്ത് വെക്കുക. ഏത് സബ്ജക്റ്റിനാണ് ഏറ്റവും കൂടുതൽ ടൈം കൺസ്യൂം ചെയ്യേണ്ടി വന്നത്? ഫിസിക്സിനാവാനാണ് മോസ്റ്റ് പ്രോബബിൾ അത് ഫിസിക്സ് ആയിരിക്കും. യെസ്, എനിവേ നിങ്ങൾക്ക് ഏതാണെന്നുള്ളത് സ്വന്തമായിട്ട് അനലൈസ് ചെയ്യുക, അത് എഴുതി വെക്കുക, നോട്ട് ചെയ്യുക. ആ സബ്ജക്റ്റിന് കൂടുതലായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക, നന്നായിട്ട് റിവൈസ് ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ് ഗൈസ്, ബൈ ബൈ.